ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പം അങ്ങനെ നോമ്പ് വന്നതും പെരുന്നാൾ വന്നതും പോയതൊന്നും അറിഞ്ഞില്ല അല്ലേ? എത്ര പെട്ടെന്നല്ലേ ഒരു മാസം കഴിഞ്ഞു പോയത്. അപ്പം ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ, പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം അത് കുറച്ചൊക്കെ ആയിട്ടാണ് എടുത്തേക്കണത്. അപ്പം എല്ലാം കൂടി കാണിക്കണില്ല. അപ്പം നിങ്ങൾക്ക് ഇതിലത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കറികളോ അല്ലെങ്കിൽ ബിരിയാണിയുടെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം ഞാനത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് ഗൾഫിലത്തെ പ്രശ്നങ്ങളാണല്ലോ. ഉപ്പയും അനിയത്തിയും മക്കളും അനിയനും എല്ലാവരും ഗൾഫിലാണ്. ആങ്ങളാരും കുഞ്ഞിപ്പാരും പിന്നെ മാമാരും കുഞ്ഞി അങ്ങനെ എല്ലാവരും ഗൾഫിലാണ്. അപ്പോൾ നമുക്ക് അവർ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടുത്തെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പെരുന്നാൾ ഇങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു. പിന്നെ മോനൊക്കെ നോമ്പെടുത്തതല്ലേ, അപ്പോൾ പെരുന്നാളിന് എന്തായാലും നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പുഡിങ്ങൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാ വീട്ടുകളിലും ഇത് തന്നെ ആവില്ല അവസ്ഥ, മിക്ക വീട്ടുകളിലും ഇത് തന്നെ അവസ്ഥ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ അത്ര സന്തോഷത്തോടെ ആഘോഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിത് രാവിലേക്ക് ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പത്തിരി. ഇപ്രാവശ്യം 2 കുത്തുബക്കും പോകണ്ടേ, രാവിലെയും പോകണം പിന്നെ ജുമക്കും പോകണ്ടേ. അപ്പോൾ അത് കാരണം നേരത്തെ ചായയുടെ കടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പത്തിരി ഇറച്ചി കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബീഫാണ് കേട്ടോ. അപ്പോൾ തലേദിവസമൊന്നും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ സുബഹിക്ക് എണീറ്റിട്ട് തന്നെ വേഗം എല്ലാം കൂടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ തന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് പത്തിരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു സമാധാനം ഉണ്ടെങ്കിലല്ലേ എല്ലാം ചെയ്യാനുള്ളൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതിലിടയ്ക്ക് അനിയത്തിൻ്റെ മക്കൾ വീഡിയോ കോൾ ചെയ്തിട്ട് മക്കളെ കണ്ടപ്പോൾ പിന്നെ ആകെ ഉള്ള സന്തോഷം ഇല്ലാണ്ടായി. കുട്ടികളെ മുഖം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ. എത്രയും പെട്ടെന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എല്ലാവർക്കും പഴയ രീതിയിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യുക. അതല്ലേ നമുക്ക് പറ്റുള്ളൂ. പടച്ചവനോട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരുപോലെ ദുആ ചെയ്യുക. ആരുടെ ദുആ പടച്ചവൻ കേൾക്കാമെന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സന്തോഷമാക്കിയിട്ട് തരട്ടെ, പണ്ടത്തെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. ഇനി ഇതാ ബീഫിലേക്കുള്ള മസാല ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. ഉമ്മ വെക്കുമ്പോൾ മൺചട്ടിയിൽ അടുപ്പിലൊക്കെയാണ് വെക്കുക. അപ്പോൾ ആ ഒരു കറി അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മൾ വെച്ചാൽ കിട്ടില്ല. നമ്മൾ പെട്ടെന്ന് കുക്കറിൽ വിസിലടിച്ചിട്ട് നിന്ന് വേവിച്ചെടുക്കും, നമ്മുടെ കറി റെഡിയായി. പക്ഷേ ഉമ്മമാരൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മണം 4 വീട്ടിലേക്ക് എത്തുമെന്ന് പറയാം. അത്രയും നല്ല മണത്തിലാണ് അവർ വെക്കുക. അതുപോലെ മൺചട്ടിയിൽ വിറകടുപ്പിലൊക്കെ വേവിച്ചെടുക്കണതിൻ്റെ ടേസ്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്കത് കിട്ടില്ല. പിന്നെ നമുക്ക് അതിനുള്ള സമയവും ഇല്ല കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കി തീർക്കണം, അങ്ങനെയാണ്. പക്ഷെ അവരങ്ങനെയല്ല, നമ്മുടെ ആരോഗ്യം നമ്മുടെ രുചി എല്ലാം നോക്കിയിട്ടാണ് അവരുണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ദാ ഇതിലടക്ക് നമ്മുടെ ബീഫ് കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിലടിച്ചാൽ തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, പൊടി വാട്ടിയെടുക്കുക. എല്ലാ പെരുന്നാളും ഞാൻ കൈപ്പത്തിരി എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ച് പരത്തിയിട്ടല്ല, നമ്മൾ എല്ലാ നാളികേരവും പിന്നെ ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് പത്തിരിക്ക് വാട്ടിയിട്ട് കുഴലുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നെയ്സ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ട് കുഴലുകൊണ്ട് പരത്തിയെടുക്കും. അപ്പോൾ നല്ല നെയ്സ് പത്തിരി ആവും കേട്ടോ. അപ്പോൾ അത് പരത്തണമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് രാവിലെ നല്ല തിരക്കുള്ള സമയമല്ലേ, അതിനുള്ള കാണിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേഗം ഉണ്ടാക്കലും കഴിയുകയും ചെയ്യും. പിന്നെ 2-3 ഒക്കെ എടുത്താൽ മതിയല്ലോ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പത്തിരി പരത്തി ഇതാ ഒറ്റ പൊള്ളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പത്തിരി പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കനൊന്ന് കായം വരട്ടി വെക്കണം, ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽക്കായിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ആ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് മസാല പരട്ടി വെക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പോകാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോഴത്തേന് ഇതാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻ്റെ ഉമ്മക്ക് നിർബന്ധമാണ് കേട്ടോ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുകയാണെങ്കിലും അത് വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കാരണം മോൻ പോണേക്കാട്ടി മുന്നേ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ മോന് പള്ളിക്കിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് കായം പട്ടി വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതിൽ മസാല പിടിക്കുമല്ലോ. അപ്പോൾ തലേദിവസം ഇതെല്ലാം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാം രാവിലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു 8-9 മണിയാകുമ്പോഴത്തേനും നമുക്ക് എല്ലാം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കുറച്ച് ചിക്കനും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ടാകുമ്പോൾ അത് ചിലവാവില്ല, അപ്പോൾ കുറച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അത് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അതൊന്ന് മസാല പരട്ടെ. അപ്പോൾ കോഴിമുട്ടൊന്നും പൊടിച്ചൊഴിക്കണില്ല കേട്ടോ, ഇത് മാത്രമാക്കിയിട്ടാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി മസാല ആക്കിയിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതാവുമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്തിന് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസിനൊക്കെ ഇപ്പോൾ വില കൂടിയ സമയമല്ലേ, കിട്ടാനും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ തീ പൊട്ടിയിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ളതാണ് ഗരം മസാല, എന്താ പറയുക, ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ പെരിഞ്ചീരകം,
പിന്നെ ആ സ്റ്റാറും അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പിന്നെ ഇതാ പച്ചമുളകും ബിരിയാണിയിലേക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം ചതക്കൽ കഴിയുകയാണെങ്കിൽ പിന്നെ കറണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതും കൂടി ആക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാൻ പോകും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബീഫ് കറിയൊക്കെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചാറോടക്കനാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നാളേക്ക് ഇത് വരട്ടിയെടുക്കാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ ഇന്ന് പത്തിരിയിലേക്ക് കുറച്ച് ചാറോടക്കനെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വറ്റിച്ചെടുക്കണമെന്നില്ല, ഈ ഒരു കറി അങ്ങനെ വിളമ്പിയിട്ട് എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല കറിയായിരുന്നു, പത്തിരിയിലേക്ക് പറ്റിയൊരു കറിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം. ഉമ്മമാർ അത്ര മണെത്തിയിട്ടില്ലെങ്കിലും അവരേതേ ഒരു കാഭാഗെങ്കിലും നമ്മൾ ഉണ്ടാക്കിയാലും റെഡി ആവാറുണ്ട് കേട്ടോ. ബിരിയാണി ആയാലും കറികളായാലും എല്ലാം അവരത്ര എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതാ ബീഫ് കറി ആയി. ഇനി പത്തിരി. അപ്പോൾ അതാ പത്തിരി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പത്തിരി. പിന്നെ ഇതാ നാളികേരപ്പാലില്ലാതെ പത്തിരി കഴിക്കാൻ പറ്റില്ല അല്ലേ. ഇവിടെ പത്തിരി നാളികേരപ്പാലും പിന്നെ ബീഫും അതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നാളികേരപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചായ. അപ്പോൾ അതാ ചായയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈപ്പത്തിരിയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉമ്മ നന്നായിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കും കേട്ടോ. പിന്നെ അവിടുത്തെ ഉമ്മ ഉണ്ടാക്കും, പിന്നെ അനിയത്തിയുടെ ഉമ്മ ഉണ്ടാക്കും. നമുക്കിങ്ങനെ ധൈര്യത്തോടെ നമുക്ക് വേണ്ട സാധനങ്ങൾ പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവർ മൂന്നാളും. ഇവരുടെ അടുത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റേ അവിടുത്തെ ഉമ്മയില്ല, അവിടുത്തെ ഉമ്മ മരിച്ചു പോയി. പക്ഷേ ഇവിടുത്തെ അനിയത്തിയുടെ ഉമ്മമാടായാലും ഉമ്മമാടായാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് സാധനം ഉണ്ടാക്കി തരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാ നാളികേരപ്പാലും പത്തിരിയും അതുപോലെ ബീഫ് കറി. അപ്പോൾ രാവിലത്തെ ഇത്രയായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലും പുട്ടും ബീഫാണ് ഉണ്ടാക്കാറുള്ളത്. എൻ്റെ ഉമ്മ ചാവക്കാട്ടെത്തി ആയത് കാരണം തോന്നുന്നുണ്ട് ഉമ്മക്ക് എല്ലാ പെരുന്നാളിനും ബീഫും പത്തിരിയും വേണം. അപ്പോൾ അത് കാരണം അത് ഉണ്ടാക്കി. ഇനി ബിരിയാണിക്കുള്ള ചിക്കൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചിക്കനും പൊരിച്ചെടുക്കുന്നത്. വെറുതെ നമ്മുടെ ഗ്യാസ് ഇങ്ങനെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോഴത്തേന് ഇതാ പായസം വെക്കുന്നുണ്ട്, പരിപ്പ് പായസമാണ്. അപ്പോൾ അത് കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ട് പരിപ്പൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടൊന്നും കാണിക്കാൻ നിൽക്കണില്ല കേട്ടോ. പായസം ഉണ്ടാക്കപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പായസം പരിപ്പ് വറക്കണം, അതിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതും കുക്കറിൽ തന്നെയാണ് നമ്മൾ ഗ്യാസ് ലാഭിക്കുക. ഗ്യാസ് എന്തായാലും ലാഭിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ പിഷ്കത്തിയാണോ? കുറച്ച് പിഷ്കി ജീവിച്ചാലേ അല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിഷ്ക കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളായി വരും വേണമല്ലോ. ഈ പരിപ്പോടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേന് നമുക്കിതാ മസാല ഉണ്ടാക്കിയെടുക്കണമല്ലോ, ബിരിയാണി മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡാൽഡി നെയ്യും കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നാകുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുന്നത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളിത് എന്തായാലും വറുക്കുകയും ചെയ്യും. പിന്നെ ആ ഒരു സമയത്ത് ഇത് വറുത്തിടാൻ ഒരു മടിയാവുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ആദ്യം വറുത്ത് കോരി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബിരിയാണിയിലേക്കും ആയി, അതുപോലെ തന്നെ പായസത്തിലേക്കും ആവും. അപ്പോൾ അത് കാരണമാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം വറുത്ത് കോരി എടുത്തത്. ഇനി സബോള ഇട്ട് കൊടുക്കുക. കനം കുറച്ചരിഞ്ഞ സബോളയാണ് നമുക്ക് ബിരിയാണിയുടെ മീതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ അല്ലേ. എനിക്കിത് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴൊന്നും എടുക്കില്ല. ഉമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കി വെച്ച് എടുത്ത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കേണ്ടി വരുമല്ലോ. ഇനി അതിലത്തെ ആ ഓയിലൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം, നെയ്യൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. വേഗം വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയിലേക്കുള്ള ഉപ്പടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇതിന് പെട്ടെന്ന് വാടി വരുമല്ലോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ബിരിയാണി കാണാൻ രസം ഉണ്ടാവില്ല, കഴിക്കുന്ന സമയത്ത് ആ ഉള്ളി കടിക്കാനും കിട്ടും. അപ്പോൾ അത് വേണ്ട. ബിരിയാണിയുടെ മസാല ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു തക്കാളി സബോളൊക്കെ നന്നായി വാടി വരണം കേട്ടോ. അപ്പോൾ അത് വാടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടതിൻ്റെ ശേഷം, അപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്തുള്ളൊരു മണമാണല്ലേ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ആ മണമായിട്ട് കിട്ടാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മണം. അപ്പോൾ അത് ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിപ്പ അസലായിട്ടും ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. കുഞ്ഞിപ്പി അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവ് കമുറക്കിയത്. ഇവർ രണ്ടാളും നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ഒരു ബിരിയാണി അടിപൊളിയാണ്. ഇനി ആ മസാലയിലേക്ക് നമ്മളിതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി അതിൻ്റെ ശേഷം പിന്നെ നമുക്കൊന്ന് ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആ മസാല ചിക്കനിലേക്ക് നന്നായി പിടിക്കണ വരെ ഒന്ന് ആക്കിയെടുക്കാറുണ്ട്. 2 മിനിറ്റ് അല്ല കേട്ടോ, ഒരു 3-4 മിനിറ്റ് വെക്കാറുണ്ട്. അങ്ങനെ വെച്ചതിന് ആവുമ്പോൾ ഈ ഒരു മസാലയിലേക്ക് ചിക്കനിലേക്ക് ആ മസാല പിടിക്കാറുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് നമുക്കിത് ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് കൂടുതലായിട്ട് കാണിച്ചു തരാത്തത് അല്ലെങ്കിൽ തന്നെ ലെങ്ത് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തായാലും ബോറടിക്കും. പിന്നെ നിങ്ങളെ കുറേ നേരം ഇരുത്തിയിട്ട് ഇങ്ങനെ വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് കൂടുതലായിട്ട് അതിൻ്റെ ഇത് കാണിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ ലാസ്റ്റ് നമ്മൾ ചോളൊക്കെ ഇട്ട് നമ്മൾ ലെയറായിട്ടാണ് കേട്ടോ ദമ്മിട്ടേക്കണത്. ഇനി ലാസ്റ്റ് നമ്മളിതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, കുറച്ച്
ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും. ഞാൻ RKGയുടെ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി അതും കൂടി കഴിഞ്ഞ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ദമ്മിടുക നമ്മൾ തീയൊക്കെ മേലെ കോരിയിട്ടിട്ടാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരണമല്ലോ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ബിരിയാണി ചെമ്പിൽ മേലൊക്കെ തീ കോരിയിട്ടിട്ടാണ് കേട്ടോ ദമ്മിടാറുള്ളത്. അപ്പോഴത്തേനും നമ്മുടെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ശർക്കര ഒക്കെ ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആദ്യത്തെ നാളികേരപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചതുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസം റെഡി ആയിട്ട്. അപ്പോൾ പുഡിങ്ങൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും മധുരത്തിന് എന്തെങ്കിലും വേണമല്ലോ വിചാരിച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയെടുത്തത്. പിന്നെ നമ്മൾ അധികം ഉണ്ടാക്കിയിട്ട് കളയണങ്ങാട്ടി നല്ലതാണ്. കുറച്ച് ഉണ്ടാക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് നാളെ ഉണ്ടാക്കാമല്ലോ. ഇന്നത്തെ ഒരു ദിവസം കുറേ ആർഭാടം കാണിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതിയില്ലേ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് കച്ചമ്പറും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കച്ചമ്പറിനുള്ളത് ഞാൻ മറ്റേ ചോപ്പറിലിട്ട് വലിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സബോള, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അനാറൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിളും വേണമെങ്കിലും അതും ഇട്ട് കൊടുക്കുക. പിന്നെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കച്ചമ്പറ് റെഡി ആയിട്ട്. അപ്പോൾ ചോപ്പറുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത് മതി. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചോറ് വിളമ്പാൻ വേണ്ടി നിന്നത്. അപ്പോൾ ജുമക്ക് പോണേങ്കാട്ടി മുന്നേ തന്നെ മോനക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മോൻ പള്ളിയിൽ നിന്ന് വന്നു പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവും വേണം. അപ്പോൾ വന്നിട്ട് ചോറുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് നേരം വഴുകുമല്ലോ. അപ്പോൾ അതിനെക്കാട്ടി മുന്നേ ജുമക്ക് പോകണമെങ്കിൽ പിന്നെ പെരുന്നാളല്ലേ നേരത്തെ ഭക്ഷണം കഴിക്കണമല്ലോ. ഇപ്പോൾ നിങ്ങൾ ചിലവർ വിചാരിച്ചിട്ടുണ്ടാവും രാവിലെ ഇറച്ചിയും പത്തിരിയും പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ഇതൊക്കെ എങ്ങടാ പോകണമെന്ന്. കഴിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, നമുക്കിതൊക്കെ വേഗമാണ് കൊണ്ടുപോയി വെച്ച കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കച്ചമ്പറായി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കച്ചമ്പറ ഇനി മാറ്റി വെക്കുക. ഇതധികം പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. അതാണ് കുപ്പിയിലുള്ളത് മേടിച്ചത്. അപ്പോൾ കച്ചമ്പറികൾക്ക് അധികം പുളിയുള്ളത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് കാരണമാണ് പുളിയില്ലാത്ത തൈരോട് ഉണ്ടാക്കിയത്. ഇനി ചമ്മന്തി, ബിരിയാണിക്ക് ചമ്മന്തി പപ്പടം നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം ഞാൻ മല്ലിയില വെച്ചിട്ടാണ് കേട്ടോ ചമ്മന്തി അരച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മല്ലിയില വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്ക് ചമ്മന്തി അരക്കണത്. അപ്പോൾ അത് ചമ്മന്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ ഉണ്ട്. ബിരിയാണി കഴിക്കുമ്പോൾ പൈനാപ്പിൾ എന്തായാലും ആയാലാണല്ലേ ബിരിയാണി പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അത് പൈനാപ്പിളും കൂടി മുറിച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് വെച്ചതാണ്. വേറെ ഫ്രൂട്ട്സുകളായിട്ടൊന്നും എടുക്കണില്ല കേട്ടോ. ഇനിയൊക്കെ നമ്മൾ ഇതെല്ലാം കൂടി കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഞാൻ തന്നെ അത് ഫ്രിഡ്ജിൽ കയറ്റിയേക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് എന്താ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക. അപ്പോൾ കുറച്ച് പൈനാപ്പിൾ മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് അച്ചാർ. അപ്പോൾ അച്ചാർ ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3-4 ദിവസം മുന്നേ ഉണ്ടാക്കിയതാണല്ലോ ബിരിയാണിക്കുള്ള അച്ചാർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ദം പൊട്ടിക്കാം. ഇതാ ഇത് തുറക്കണ സമയത്ത് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയുടെ. അല്ലെങ്കിലും ബിരിയാണിയുടെ മണം കിട്ടണമെങ്കിൽ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് പോയി നിൽക്കണമല്ലേ. ദമ്മ് പൊട്ടിക്കുക എന്ന് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ആയിരുന്നില്ല മൈദൊക്കെ വെച്ചിട്ട് പാത്രം ഇങ്ങനെ മൂടി അതിൻ്റെ മുകളിൽ കുറേ തീയൊക്കെ കോരിയിട്ട് അടിയിൽ തീയൊക്കെ വെച്ചിട്ട് ആ ഒരു ദമ്മ് പൊട്ടിക്കണമല്ലേ. പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കിയതല്ലേ നല്ല മണം ഉണ്ടെന്ന് പിന്നെ വേറെ ആരും വന്ന് പറയില്ലല്ലോ, നമ്മൾ തന്നെ പറയണ്ടേ. അങ്ങനെ എൻ്റെ ബിരിയാണി തുറക്കുമ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അവിടെ ആകുമ്പോൾ മോൻ്റെ കൂട്ടുകാരന്മാർ കുട്ടികളൊക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് അകലെയാണല്ലോ, അപ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിവിടെ 1-2 വീട്ടിലേക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്കുള്ളതും കൂടി ആക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബിരിയാണി ആയിരുന്നു, ഉച്ചക്കലേക്ക് അത് മന്തിയായിരുന്നു, എന്താണെന്നെങ്കിൽ പറയണം കേട്ടോ. ഏറ്റവും നല്ലത് നമുക്ക് സാദാ ചോറും മോരുകറി അങ്ങനെയുള്ളതാണല്ലേ, ബീഫ് റോസ്റ്റ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ തറവാട്ടുള്ളപ്പോഴൊക്കെ അതായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും ഒരു രുചി ഒരു ബിരിയാണിക്കും കിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇലയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി വിളമ്പിയിട്ട് കഴിക്കണം. ആ ഒരു രുചി വേറെ ഒന്നിനും നമുക്ക് കിട്ടില്ല അല്ലേ. പക്ഷെ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ വേറെ തിരിച്ചാണ് കേട്ടോ. 2-ാം പെരുന്നാളിലാണ് ഉമ്മയുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നാൽ ആഘോഷം ഉണ്ടാവുക. അവിടെ വലിയ ഇലയൊക്കെ വിരിച്ച് അതിൽ ചോറൊക്കെ ഇങ്ങനെ ഇട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഇലയിൽ അപ്പുറവും ഇപ്പുറം ഇരുന്ന് കഴിക്കും. അതൊക്കെ ഒരു കാലം അല്ലേ. അതൊന്നും ഇനി നമുക്ക് തിരിച്ച് കിട്ടില്ല. പക്ഷെ അതിനായിരുന്നു കേട്ടോ രുചി കൂടുതൽ. ഉപ്പാടെ വീട്ടിലാണെങ്കിൽ അമ്മായിമാരൊക്കെ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഞങ്ങൾ ഒരേ ഇല ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുക. പക്ഷെ അതിനൊക്കെ എന്താ പറയുക, നമുക്ക് ഇപ്പം നമ്മൾ ഒറ്റക്കാണല്ലോ, പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞവരെ കാണാൻ പോവും. പക്ഷെ അതിലൊന്നും രസം ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഒരു പെരുന്നാളിന് തന്നെ ഇരുന്ന രസം. ഇതാ ഇനി കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കണം കേട്ടോ. എനിക്ക് ബിരിയാണിയിലേക്ക് പപ്പടം ചമ്മന്തി നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം അതും കൂടി ആക്കി അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കനും കൂടി പൊരിക്കാൻ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കി നോക്കും കേട്ടോ. ഈ ചിക്കൻ പൊരിച്ചത് വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല രസമാണ്. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ കപ്പലണ്ടിയൊക്കെ കഴിക്കണ പോലെ ഇരുന്ന് കഴിക്കാനും രസമാണ്. അപ്പോൾ ഇനി ഇതാ നമുക്ക് ചോറിനാം. അപ്പോൾ അതാ ബിരിയാണി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 പ്ലേറ്റിലേക്ക് കൂടി വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. മോനക്ക് ഞാൻ പറഞ്ഞല്ലോ പള്ളിയിലേക്ക് പോകണമെങ്കിൽ മുന്നേ കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം അത് വിളമ്പി കൊടുന്ന് വെച്ചതാണ്. എനിക്ക് വീഡിയോ എടുക്കുകയും വേണം, ഇത് കൊടുന്ന് വെക്കുകയും വേണം.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് മോൻ കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ അത് ചിക്കൻ പൊരിച്ചത്, കച്ചമ്പർ, ഇനി ഇതാ അച്ചാറും പിന്നെ ഇതാ എന്താ പറയുക പൈനാപ്പിൾ, പഴത്തിൻ്റെ കളറ് മാറിപ്പോയി. ഇന്നലെ മേടിച്ച് കൊടുക്കുന്ന പഴമാണ്, ഇന്നൊക്കെ അത് കളറ് മാറിപ്പോയി. ഇനി ഇതാ പപ്പടം വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വിളമ്പിയെടുക്കുക. ചോറ് വിളമ്പിയിട്ടുണ്ട്, ചമ്മന്തി ഇട്ടിട്ടുണ്ട്, കച്ചമ്പർ ഇട്ടിട്ടുണ്ട്, അച്ചാർ ഇട്ടിട്ടുണ്ട്, പപ്പടം, പിന്നെ ഇതാ പൈനാപ്പിൾ, പിന്നെ അത് കുറച്ച് ചിക്കനും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കഴിക്കാനൊന്നും പറ്റണില്ല കേട്ടോ. നമ്മൾ ഇത്ര ദിവസം നോമ്പെടുത്തിട്ട് പെട്ടെന്ന് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു സമയത്തൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരണമല്ലോ വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി വിളമ്പെടുത്തത്. അപ്പോൾ ഇനി പപ്പടും അച്ചാറും ചമ്മന്തിയും എല്ലാം കൂടിയിട്ട് കൂട്ടി കുഴച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പറയണേ. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ. കുറച്ച് വജകടി കൂടി പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. എന്തായാലും കമൻറ്റിൽ പറഞ്ഞോളാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.